ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇതൊരു റീ അപ്ലോഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ വന്നിട്ട് നല്ലൊരു ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് 2 പൊട്ടറ്റോ പീൽ ചെയ്ത് സ്ലൈസ് ചെയ്ത് ഇതുപോലെ നീളത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 4-5 വെള്ളം കഴുകി അതിൻ്റെ സ്റ്റാർച്ചെല്ലാം കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളത്തിലേക്ക് നമ്മുടെ ഈ പൊട്ടറ്റോയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു സ്ട്രെയിനറിനകത്തോട്ട് ഒഴിച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളയാം. വെള്ളം മുഴുവൻ പോകണം കേട്ടോ. എന്നിട്ട് ഒരു ഈർപ്പം കൂടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കിച്ചൺ ടവലിലിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒപ്പി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിക്കുന്നതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ പൊട്ടറ്റോയുടെ ഉള്ളിലും കുറച്ച് ഉപ്പ് പിടിക്കുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. ഇനി നമുക്ക് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ ഫിലിപ്സിൻ്റെ എയർ ഫ്രയറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ലൈനിങ് പേപ്പറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ പൊട്ടറ്റോ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം എടുക്കുമ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ടാവും. ക്രിസ്പായില്ലെങ്കിൽ 5 മിനിറ്റും കൂടെ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.